എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. പല ആളുകളുടെയും കൺഫ്യൂഷൻസ് ആണ്. ഇന്ത്യൻ അക്യുപങ്ക്ചർ വേഴ്സസ് മൾട്ടി അക്യുപങ്ക്ചർ ഓർ TCM. അതായത് ഒറ്റ സൂചി ഉപയോഗിക്കുന്നത്, ഒരുപാട് സൂചി ഉപയോഗിക്കുന്നത് എന്നുള്ള ഇതിന്റെ ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് തമിഴ്നാട്ടിലാണ് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടെത്തിയിട്ടുള്ളത് നിലവിലുള്ള അക്യുപങ്ക്ചറിന് ഒരു മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു തെറാപ്പി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ ഫസൽ റഹ്മാനാണ്, MBBS MD ഡോക്ടറാണ്. അതുപോലെ സിദ്ദിഖ് ജമാലുമാണ്. ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ ഇന്ത്യൻ അക്യുപങ്ക്ചറിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യമേ പറയാം, അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് അക്യു പോയിന്റ്സിൽ പങ്ക്ചർ ചെയ്യുന്നത്. ഇത് രണ്ട് പാർട്ടാണ്, അക്യു പോയിന്റ്സ് പ്ലസ് പങ്ക്ചറിങ്. അക്യുപങ്ക്ചർ പോയിന്റ്സിൽ സൂചി ഉപയോഗിച്ച് പങ്ക്ചർ ചെയ്യുന്നതിന് മാത്രമാണ് അക്യുപങ്ക്ചർ എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കാം. അപ്പൊ ഇതില് സിംഗിൾ നീഡ് ഉപയോഗിക്കുമ്പോൾ ഒറ്റ സൂചി ഉപയോഗിച്ചിട്ട് അക്യുപങ്ക്ചർ ചെയ്യുന്നത്. ഓക്കെ, മൾട്ടി അക്യുപങ്ക്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് സൂചികൾ ഉപയോഗിക്കുന്ന രീതി. അപ്പൊ ഇതില് വേറൊരു ടേം ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, TCM, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ. അപ്പോൾ ചൈനയാണ് ഇതൊരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് പല രാജ്യങ്ങളും സംഭാവനകൾ നൽകിയിട്ടുണ്ട്, ഇന്ത്യ അടക്കം. ഈ പൾസ് ഡയഗ്നോസിസ് ഒക്കെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇതിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ 4 തെറാപ്പീസ് കൂടിയിട്ടുള്ളതാണ്: അക്യുപങ്ക്ചർ, കപ്പിംഗ് തെറാപ്പി, മോക്സിബ്യൂഷൻ ആൻഡ് ഹെർബൽ മെഡിസിൻസ്. ഓക്കെ, ഇതിൽ തന്നെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറി ചെന്ന വലിയൊരു കടലാണ്, ഒരുപാട് കപ്പിംഗ് തെറാപ്പിയിൽ തന്നെ ഒരുപാട് കപ്പിംഗ് തെറാപ്പീസ് പഠിക്കാനുണ്ട്. അക്യുപങ്ക്ചറിൽ തന്നെ ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിലൊരു തിയറിയാണ് 5 എലമെന്റ് തിയറി. ഓക്കെ, അപ്പൊ ഈ ഒരു തിയറിയെ ഡെവലപ്പ് ചെയ്തിട്ടെടുത്തിട്ടുള്ള, അതുപോലെ ജീവിതശൈലി ആഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു തെറാപ്പിയാണ് എന്ത്, ഇന്ത്യൻ അക്യുപങ്ക്ചർ എന്നുള്ളത്. അപ്പൊ ഇത് വന്നതിന്റെ ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ തമിഴ്നാട്, കേരളത്തിലാണ് ഇന്ത്യൻ അക്യുപങ്ക്ചർ കൂടുതലായിട്ടുണ്ട്, അതുപോലെ സൗത്ത് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ. പൊതുവെ നമുക്ക് സൂചി എന്ന് കേട്ട് കഴിഞ്ഞാൽ പല ആളുകൾക്ക് ഭയമാണ്. അപ്പൊ ഇതിലേക്കാണ് സൂചി കൊണ്ട് മാത്രം ചെയ്യുന്നൊരു ചികിത്സാ രീതി വരുന്നത്, അതായത് അക്യുപങ്ക്ചർ. സൂചി എന്ന് കേട്ടാൽ തന്നെ നമുക്ക് പേടിയാണ്. അപ്പൊ സൂചി കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന ഒരു സംവിധാനമോ നമുക്ക് നല്ല പ്രയാസമായിരിക്കും. അപ്പോ ഒരു 10-20 വർഷം മുമ്പ് നിങ്ങൾ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ ഏരിയയിൽ വളരെ കുറഞ്ഞ ആളുകളാണ് അക്യുപങ്ക്ചർ സ്വീകരിച്ചത്. ഇന്ന് ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ചികിത്സ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടേക്ക് അക്യുപങ്ക്ചർ വരുമ്പം ആളുകൾക്കുള്ള ഈ ഭയത്തെ ക്ലിയർ ചെയ്യാനും വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് പഠിക്കാനും വേണ്ടിയിട്ട് ഒരു അക്യുപങ്ക്ചറിനെ മോഡിഫൈ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് ഇന്ത്യൻ അക്യുപങ്ക്ചർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ 60 പോയിന്റ്സ് എടുത്തു. അതിലേക്ക് ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലി. നമുക്കറിയാലോ, നമ്മുടെ ഒരുപാട് രോഗങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളാണ്. അപ്പൊ ജീവിതശൈലിയെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4G റൂൾസ്. അതിൽ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, കൃത്യമായിട്ട് ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക. ഇതൊക്കെ എല്ലാ സിസ്റ്റവും ഫോളോ ചെയ്യേണ്ടത് തന്നെയാണ്, ശരിയായ രീതിയിലാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ വെയിൽ കൊള്ളുക, അതുപോലെ നമ്മുടെ വായു ശരിയാക്കുക, മാനസികാരോഗ്യം, എക്സസൈസ്, ഇതൊക്കെ ഹെൽത്തിന്റെ പില്ലേഴ്സാണ്. അപ്പൊ അതിലെ ആളുകൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഒരു റൂൾസ് ഉണ്ടാക്കി. അപ്പൊ ഇത് മാത്രം ചെയ്യുമ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ 60 പോയിന്റ്സ് എന്ന് പറയുന്നത്, അക്യുപങ്ക്ചറിൽ ശരീരം മൊത്തം പോയിന്റ്സ് ആണ്, 360 പോയിന്റ്സും പിന്നെ എക്സ്ട്രാ പോയിന്റ്സും വരുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഇന്ത്യൻ അക്യുപങ്ക്ചറിൽ മുട്ടിന്റെ താഴെയാണ് പോയിന്റ്സ് വരുന്നത്. ഓക്കെ,
അതുപോലെ കൈമുട്ടിന്റെയും കാൽമുട്ടിന്റെയും താഴ്ഭാഗത്താണ് ഈ പോയിന്റ്സ് വരുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന നീഡിൽസ് വളരെ ചെറിയ നീഡിൽസ് ആണ്, ഹാഫ് ചുന് സുജോക്ക് നീഡിൽസ് ആണ് ഉപയോഗിക്കുക. അപ്പം വേദന വളരെ കുറവായിരിക്കും, സൂപ്പർഫിഷ്യൽ ആയിട്ട് ചെയ്യുക, വേദന കുറവായിരിക്കും, ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ ലേഡീസിനാകുമ്പോൾ പ്രൈവറ്റ് ഏരിയയിലൊക്കെ ചെയ്യുമ്പോൾ പ്രയാസം ഉണ്ടാക്കും. അതുപോലെ ഈ ഓർഗൻസിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ, പിന്നെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ ചെയ്യുമ്പോൾ ഈ എനർജി വേരിയേഷൻസ് കൂടുമ്പോൾ ആളുകൾക്ക് പല പ്രയാസങ്ങളുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു ഈസി ഒരു മെത്തേഡാണ് ഇന്ത്യൻ അക്യുപങ്ക്ചർ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനൊരു സയൻസ് ആയിട്ട് 4 സബ്ജക്റ്റ് ഉള്ള ഒരു സയൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് കൂടി ചേർന്നത് നമ്മൾ കാണുന്ന സയൻസിലുള്ളത്. അപ്പൊ ഈ 4 സബ്ജക്റ്റുകൾക്ക് കൂടി ചേർന്നതാണ് സയൻസ്. ഓക്കെ, അപ്പൊ ഈ സയൻസിലെ 4 സബ്ജക്ട്സ് അതാണ് എന്ത്? അക്യുപങ്ക്ചർ, കപ്പിംഗ് തെറാപ്പി, മോക്സിബ്യൂഷൻ, ഹെർബൽ മെഡിസിൻസ്. ഏതുപോലെ അലോപ്പതിയിൽ സർജറി, മെഡിസിൻ, ഡയഗ്നോസിങ് എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു പാർട്ടാണ് അക്യുപങ്ക്ചറിന്റെ 4 ഭാഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ. അതിൽ നിന്ന് ഒന്നെടുക്കുന്നതാണ് അക്യുപങ്ക്ചർ. അപ്പൊ അതില് ഒരു ഷോർട്ട് ആക്കിയിട്ടുള്ളതാണ് ഇന്ത്യൻ അക്യുപങ്ക്ചർ എന്നുള്ളത്. ഇപ്പൊ ഡോക്ടർ ഫസുദാന സാറ് ലക്ഷക്കണക്കിന് ആളുകൾ പരീക്ഷിച്ച് വിജയിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു മെത്തേഡ് കണ്ടെത്തി പുറത്തിറക്കിയതാണ്. അപ്പോൾ കുറെ രോഗങ്ങൾക്ക് അത് തന്നെ മതി, പക്ഷെ ചില രോഗങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോക്കിന്റെ കാരണം ഇസ്റ്റിമിക് സ്ട്രോക്ക് ഓർ ഹെമറേജിക് സ്ട്രോക്ക് ആണ്. അതായത് ഒന്നുകിൽ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്ലീഡിങ്. അപ്പൊ ഇത് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്, മസിൽസിന് പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുപോലെ നെർവ്സിന്റെ ഇലാസ്റ്റിസിറ്റിയിലൊക്കെ പ്രശ്നങ്ങൾ വരും. അതുപോലെ നെർവ് സെല്ലിന് ഡാമേജ് സംഭവിക്കും. അപ്പൊ ബ്ലീഡിങ്ങില് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, ബ്ലോക്കേജസോ ബ്ലീഡിങ്ങോ വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്രയാസങ്ങൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ മസിൽസിനെ കൺസിഡർ ചെയ്യണം, നെർവ്സിനെ കൺസിഡർ ചെയ്യണം, സർക്കുലേഷനെ കൺസിഡർ ചെയ്യണം, ജോയിന്റ്സിനെ കൺസിഡർ ചെയ്യണം. ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യണം. അപ്പൊ അതില് നമുക്ക് അക്യുപങ്ക്ചറിന്റെ കൂടെ ഈ സർക്കുലേഷൻ റെഡിയാക്കാൻ നമുക്ക് കപ്പിംഗ് മെത്തേഡ് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ എനർജി സർക്കുലേഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോക്സിബ്യൂഷൻ, ഹീറ്റ് എനർജി ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് TCM എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് രണ്ടും ശരികളാണ്, ഒന്നിന്റെ പാർട്ടാണ്. അപ്പോൾ ഒന്നാണ് ശരി മറ്റത് തെറ്റാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തെറ്റാണ്. അപ്പോൾ ഈ ഇന്ത്യൻ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാലും നോർമൽ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാലും എന്താണ് വ്യത്യാസം? ഇതിന്റെ ഒരു ബ്രാഞ്ച് ആണ് ഇന്ത്യൻ അക്യുപങ്ക്ചർ എന്നുള്ളത്. അപ്പൊ അതിലേക്ക് ലൈഫ് സ്റ്റൈൽ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് ഒരു മോശം കാര്യമൊന്നുമല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ്. അതൊരു രോഗമുണ്ടെങ്കിലും രോഗമില്ലെങ്കിലും ചെയ്യേണ്ട സംഗതിയാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ അക്യുപങ്ക്ചർ ആണോ ശരി, TCM ആണോ ശരി എന്നുള്ള ഒരു കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ ആദ്യം ഇന്ത്യൻ അക്യുപങ്ക്ചർ ആണോ ഉണ്ടായത്, ഇതാണോ ഉണ്ടായത് എന്നുള്ളത്. അപ്പം രണ്ടും ശരികളാണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുക. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു ഹോളിസ്റ്റിക് മെത്തേഡാണ്. ഇപ്പൊ എന്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ ആണുള്ളത്. അത് ശരീരത്തെ മൊത്തമായി കണ്ടുകൊണ്ട്. അപ്പൊ അതില് TCMന്റെ കൂടെ നമ്മൾ ഫുഡ് സയൻസ്, അതുപോലെ കുറച്ച് പോസ്ചറൽ കാര്യങ്ങൾ, സൈക്കോളജി ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുപോലെ ഡയഗ്നോസിങ് നമ്മൾ മോഡേൺ ഡയഗ്നോസിങ്, ലാബ് ടെസ്റ്റുകളും ട്രഡീഷണൽ വേ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇൻഫർമേഷൻ എത്രയാണ്. ഓക്കെ, താങ്ക് യു.